മസ്തകത്തിന് പരിക്കേറ്റ അതിരപ്പള്ളിയിലെ കാട്ടാനയെ തുടർ ചികിത്സയ്ക്കായി കോടനാട്ടെത്തിച്ചു. 2 മണിക്കൂർ നീണ്ട ദൌത്യത്തിനൊടുവിലാണ് ആനയെ മയക്കുവെടി വെച്ച് കൂട്ടിലാക്കിയത്. ഇനി അഭയാരണ്യത്തിൽ മുറിവുണങ്ങാൻ ചികിത്സ. മസ്തകത്തിന് ഗുരുതരമായ പരിക്കേറ്റ ആനയുടെ ചികിത്സാ ദൌത്യം ആരംഭിക്കുന്നത് രാവിലെ 6 മണിക്ക്. ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിൽ 125ഓളം പേരടങ്ങുന്ന സംഘമാണ് രംഗത്തെത്തിയത്. രാവിലെ 14-ാം ബ്ലോക്കിലാണ് ആനയെ ആദ്യം കാണുന്നത്. പിന്നീട് ചാലക്കുടി പുഴ കടന്ന് എണ്ണപ്പനത്തോട്ടത്തിൽ ആന നിലയുറപ്പിച്ചു. പുഴ മുറിച്ചു കടക്കാൻ കാട്ടാനക്കൂട്ടത്തിന്റെ ശ്രമം. ആനയെ പിന്തുടർന്ന ദൗത്യസംഘവും. പരിക്കേറ്റ കൊമ്പനൊപ്പം ചങ്ങാതി ഏഴാറ്റുമുഖം ഗണപതിയും. കൊമ്പന് നേരെ മയക്കുവെടിവെച്ച് ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള ദൗത്യസംഘം. കിറുകൃത്യം. വെടിയേറ്റ കൊമ്പൻ മയങ്ങി വീഴുന്നു. മയക്കുവെടിയേറ്റ് നിന്ന അതിരപ്പള്ളി കൊമ്പനടുത്തേക്ക് ഏഴാറ്റുമുഖം ഗണപതി എന്ന കാട്ടാന എത്തിയത് നേരിയ ആശങ്ക ഉയർത്തി. താഴെ കിടന്നിരുന്ന ആനയെ കുങ്കിയാനകളുടെ സഹായത്തോടു കൂടിയാണ് 8:45 താങ്ങി നിർത്തി എഴുന്നേൽപ്പിച്ചത്. പിന്നാലെ ലോറിയിലേക്ക് കയറ്റാനുള്ള ശ്രമം തുടങ്ങി. കോന്നി സുരേന്ദ്രന്റെയും കുഞ്ചുവിന്റെയും വിക്രത്തിന്റെയും സഹായത്തോടു കൂടി ആനയെ തള്ളി ലോറിയിലേക്ക് കയറ്റി. പ്രത്യേകമായി തയ്യാറാക്കിയ അനിമൽ ആംബുലൻസ് ഉപയോഗിച്ച് വനപാതയിലൂടെ സഞ്ചരിച്ച് രാവിലെ 10:45 അതിരപ്പള്ളി കൊമ്പനെ കോടനാട് അഭയാരണ്യത്തിൽ തയ്യാറാക്കിയിട്ടുള്ള ഈ യൂക്കാലിക്കൂട്ടിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള വെറ്റിനറി സർജന്മാർ ഇനി കൊമ്പനെ ചികിത്സിക്കും. ആരോഗ്യം തൃപ്തികരമാണെങ്കിലും മസ്തകത്തിലുള്ള ആഴത്തിലുള്ള മുറിവ് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. കൃത്യമായ ചികിത്സ നൽകി മുറിവുണക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിൽ തന്നെയാണ് വനവകുപ്പുള്ളത്. ടീം റിപ്പോർട്ടർ, കോടനാട്.